നേരത്തെ ഞാനൊരു വാർത്ത പറഞ്ഞല്ലോ, അതായത് ഒരു ചെർപ്പളശ്ശേരി മോഡൽ, അതായത് ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി നാട് സമാഹരിച്ചു 50 ലക്ഷം രൂപ. ഈ വാർത്ത ഞാൻ നിഖിൽ പ്രമേഷ് ഏൽപ്പിച്ചു. നിഖിൽ പ്രമേഷ് ഓൾറെഡി ഒരു മുഴ മുന്നേ എറിഞ്ഞ് ഈ വാർത്ത തയ്യാറാക്കി റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. രക്താർബുദം ബാധിച്ച 7 വയസ്സുകാരുടെ ചികിത്സയ്ക്ക് നാടൊന്നിച്ച് 50 ലക്ഷം രൂപയാണ് സമാഹരിച്ചത്. പാലക്കാട് ചെർപ്പളശ്ശേരിയിലാണ് ഈ സ്നേഹക്കാഴ്ച നടന്നത്. കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദയനീയമാണ്. എന്താ വെച്ചാൽ ഇതിപ്പോൾ ഈ മജ്ജ മാറ്റി വയ്ക്കൽ മാത്രമേ അതിനുള്ള ഒരു സൊല്യൂഷൻ ഡോക്ടർമാർ കണ്ടുപിടിച്ചിട്ടുള്ളൂ. നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പോൾ മൈത്ര ഹോസ്പിറ്റലിലേക്കാണ് സജഷൻ ചെയ്തത്. അപ്പോൾ അവിടെ പോയിട്ടാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഒരുപാട് ചിലവ്, നമുക്കറിയാം 50 ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഒരു ബാധ്യതയാണ് ഞങ്ങൾ ഏറ്റെടുത്തുള്ളത്. എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഈ 23-ാം തീയതി നടക്കുന്ന ഈ ചാലഞ്ചിൽ ഉണ്ടായാൽ ഞങ്ങൾക്ക് അന്നത്തോടു കൂടി ഇത് അവസാനിപ്പിക്കാൻ കൂടി കഴിയും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേരുന്നു. നിഖിൽ, പറയൂ. ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. അല്പസമയം മുൻപ് നമ്മുടെ കമന്റ് ബോക്സിൽ അവോ ഫാമിലി KMK എന്ന അക്കൗണ്ടിൽ നിന്നാണ് ഒരു കുടുംബം ഇത്തരത്തിൽ പാലക്കാട് ചെർപ്പളശ്ശേരിയിൽ 50 ലക്ഷം രൂപ ഒരു കുഞ്ഞിന് വേണ്ടി, 7 വയസ്സുകാരിക്ക് വേണ്ടി നാട് കൈകോർത്ത് നേടി എന്ന കമന്റ് ഇട്ടിരുന്നത്. നമ്മൾ നേരത്തെ തന്നെ ആ വാർത്ത പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടി തയ്യാറാക്കി. എനിക്കൊരു സംശയം, ആ വാർത്ത നമ്മൾ കൊടുക്കാത്തത് കൊണ്ട് നമ്മളെ ചെറുതായിട്ടൊന്ന് പരിഹസിച്ചതാണോ ആ കമന്റ് എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ നമുക്കിതിൽ പരിഹാസമില്ല, പച്ചയായ മനുഷ്യന്റെ ജീവിതമാണ്. താങ്കൾ തുടരൂ. തീർച്ചയായിട്ടും സ്കേൻ, നമ്മൾ അവിടുത്തെ ആളുകൾ നമ്മളെ ക്ഷണിച്ചതനുസരിച്ച് നമ്മൾ അവിടെ എത്തുകയും അത് തയ്യാറാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. നമ്മൾ സത്യത്തിൽ പറയാൻ ശ്രമിച്ചതും അവരുടെ ഒരു നിശ്ചയദാർഢ്യവും അവരുടെ ഒരു ഞങ്ങൾ ആരുടെ മുന്നിലും തല കുനിക്കുന്നില്ല അല്ലെങ്കിൽ ആരുടെ മുന്നിലും കൈനീട്ടുന്നില്ല എന്നുള്ള അവരുടെ സന്ദേശമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചത്. നമ്മൾ ഒരുപാട് ഇത്തരത്തിലുള്ള സഹായ വാർത്തകളൊക്കെ ചെയ്യാറുണ്ട്, സഹായം ആവശ്യമുള്ള ആളുകളെ കുറിച്ച് വാർത്തകൾ ചെയ്യാറുണ്ട്. അത് സാധാരണഗതിയിൽ ലോകത്തോട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ അതിനൊന്നും വിട്ടുകൊടുക്കാതെ ഞങ്ങളുടെ നാട്ടിലെ ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ ഞങ്ങൾ തന്നെ മതിയെന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നഗരസഭയിലെ ആളുകൾ ഒന്നടങ്കം കൗൺസിലർമാരൊക്കെ രാഷ്ട്രീയ ഭേദമന്യേ 23-ാം തീയതി, അതായത് നമ്മുടെ സമ്മേളനം നടന്ന ദിവസം, അവർ ഒന്നിച്ച് വീടുകളിലേക്ക് ഇറങ്ങുകയാണ്. കൗൺസിലർമാർ പ്രതിപക്ഷമെന്നോ അല്ലെങ്കിൽ ഭരണപക്ഷമെന്നോ ഒക്കെ മറന്നുകൊണ്ട് അവർ വീടുകളിലേക്ക് ഇറങ്ങുന്നു, പൗരപ്രമുഖരെ കാണാൻ ഇറങ്ങുന്നു, രാഷ്ട്രീയ നേതാക്കളെ കാണാൻ ഇറങ്ങുന്നു, വ്യാപാരികളെ കാണാൻ ഇറങ്ങുന്നു. അവരുടെ കയ്യിൽ നിന്നെല്ലാം ഈ കുഞ്ഞിന് വേണ്ടി പണം പിരിക്കുകയാണ്. എന്നോടിപ്പോൾ ഈ സഹായ കൂട്ടായ്മയിലെ പ്രധാനപ്പെട്ട ഒരാളെ ഞാൻ ചെയർമാനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് 50 ലക്ഷത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അവരുടെ നാട്ടിലൊരു കുഞ്ഞിനെ, 7 വയസ്സുകാരി സർവശ്രീ, ആ മോൾക്ക് വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ് ഇനിയിപ്പോൾ ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പണം സ്വരൂപിക്കാൻ അവർ മറ്റാരോടും അപേക്ഷിക്കാതെ അവർ തന്നെ പ്രാദേശികമായി ആളുകളെ കണ്ട് അവരിൽ നിന്ന് പണം പിരിച്ച് 50 ലക്ഷം രൂപ നൽകുകയാണ്. നാളെയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസമോ ഈ കുഞ്ഞിന്റെ ശസ്ത്രക്രിയ കോഴിക്കോട് മൈത്ര ആശുപത്രിയിൽ വെച്ച് നടക്കുകയും ചെയ്യും. എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു മോഡലാണ് ഈ ചെർപ്പളശ്ശേരി മോഡൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്കേൻ, ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. യഥാർത്ഥത്തിൽ ഈ ചെർപ്പളശ്ശേരിയിൽ നടന്ന അതൊരു കുഞ്ഞിന് ചികിത്സയ്ക്ക് ആവശ്യം വന്നപ്പോൾ അവർ തന്നെ പ്രാദേശികമായി പിരിച്ച് 50 ലക്ഷം രൂപയിൽ എത്തിക്കുന്നു. അതൊരു നല്ല മോഡലാണ് ശരിക്കും. നമ്മൾ കാര്യം അങ്ങനെയാണെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് നമുക്ക് അത്താണിയാക്കാൻ കഴിയും. അപ്പോൾ ചെർപ്പളശ്ശേരി മോഡൽ മറ്റുള്ളവരും അനുകരിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസ.